ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 124 പതിപ്പിനെ ആസ്പദമാക്കി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റിലേക്ക് സ്വാഗതം. രാജ്യത്തെ സാംസ്കാരിക, കായിക, ശാസ്ത്ര മേഖലകളിലെ അഭിമാനകരമായ സംരംഭങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് മൻ കി ബാത്തിന്റെ 124 പതിപ്പിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത്. ശുഭാൻഷു ശുക്ല ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിൽ സുരക്ഷിതമായി തിരിച്ചിറങ്ങിയപ്പോൾ ഓരോ ഹൃദയത്തിലും സന്തോഷം അലയടിച്ചതായും രാജ്യം മുഴുവൻ അഭിമാനത്താൽ നിറഞ്ഞതായും പ്രധാനമന്ത്രി പറഞ്ഞു. जैसे ही शुभांशु धरती पर सुरक्षित उतरे, लोग उछल पड़े. हर दिल में खुशी की लहर दौड़ गई. पूरा देश गर्व से भर गया. मुझे याद है जब अगस्त 2023 में चंद्रयान 3 की सफल लैंडिंग हुई थी, तब देश में एक नया माहौल बना. 2023 ഓഗസ്റ്റിൽ ചന്ദ്രയാൻ 3 വിജയകരമായി ലാൻഡിംഗ് പൂർത്തിയാക്കിയപ്പോൾ ശാസ്ത്രത്തെക്കുറിച്ചും ബഹിരാകാശത്തെക്കുറിച്ചും കുട്ടികളിൽ ഒരു പുതിയ താൽപര്യം രൂപപ്പെടുകയുണ്ടായതായും സ്പേസ് സയന്റിസ്റ്റ് ആകണമെന്ന ആഗ്രഹമുണ്ടായതായും പ്രധാനമന്ത്രി പറഞ്ഞു. ശുഭാൻഷു ശുക്ലയുടെ ബഹിരാകാശ യാത്രയെക്കുറിച്ച് VSSC മുൻ ശാസ്ത്രജ്ഞൻ ബാലഗംഗാധരൻ. ലോക ബഹിരാകാശ ഭൂപടത്തിൽ ഇന്ത്യയുടെ സാന്നിധ്യം അടയാളപ്പെടുത്തിയ ഏറ്റവും വലിയ ഒരു നേട്ടമാണ് ശുഭാൻഷു ശുക്ലയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിലേക്കുള്ള യാത്രയും തിരിച്ചറിവും. മൊത്തമായി നോക്കിയാൽ ചന്ദ്രയാൻ 3 ദൗത്യത്തിന് ശേഷം, ആ ദൗത്യത്തിന്റെ വിജയത്തിന് ശേഷം ഭാരതീയരെ ഏറ്റവും കൂടുതൽ ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെടുത്തിയ ഇന്ത്യയുടെ ശാസ്ത്ര നേട്ടങ്ങളിൽ ആവേശം കൊള്ളിച്ച ഒരു സംഭവമായിട്ട് വേണം ഇതിനെ വിലയിരുത്താൻ. ശുഭാൻഷു ശുക്ല 146 കോടി ഭാരതീയരുടെ ഇന്നത്തെ ഏറ്റവും വലിയ ആവേശമാണ്, പ്രതീകമാണ് നമ്മുടെ ശുഭാൻഷു ശുക്ല. ഇത് ഏറ്റവും കൂടുതൽ ആവേശം കൊള്ളിച്ചത് പൊതുജനത്തെക്കാളും കുട്ടികളുടെ ഇടയിലാണ്. നിങ്ങളിപ്പോൾ നാട്ടിൻപുറത്തൊക്കെ പോയി നോക്കിയാൽ കുട്ടികൾക്ക് ശുഭാൻഷു ശുക്ല, സ്കൂളുകളിലും പുറത്തുമുള്ള കുട്ടികൾക്ക് ശുഭാൻഷു ശുക്ല ഒരു വലിയ ആവേശമാണ്. ഈ ISROയുടെ കാര്യം പറഞ്ഞാൽ ശുഭാൻഷു ശുക്ലയുടെ യാത്ര ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയ്ക്ക് വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത്. പ്രത്യേകിച്ചും നമ്മൾ ഗഗൻയാൻ എന്ന പേരിൽ ഒരു മനുഷ്യനെ എത്തിക്കാനുള്ള ദൗത്യം 1-2 കൊല്ലത്തിൽ ഏറ്റെടുക്കുന്ന ഈ സമയത്ത് ഇനി ഒരു ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി പരിശീലനം നടത്തുക. അവർ 4 പേരും പരിശീലനം നടത്തിയിട്ടുണ്ടെങ്കിലും ശരിക്കും ബഹിരാകാശത്ത് പോകാനുള്ള തീവ്രമായ പരിശീലനം നടത്തുക. എന്നിട്ട് ആ വാഹനത്തിന്റെ, അദ്ദേഹം പോയ ഗ്രേസ് എന്ന വാഹനത്തിന്റെ പൈലറ്റ് ആവുക, അത് നിയന്ത്രിക്കുക, ആ വാഹനത്തിൽ കയറി ബഹിരാകാശത്തേക്ക് ഉയർന്നു പൊങ്ങുക, അല്ലെങ്കിൽ ആ റോക്കറ്റിൽ കയറി, ആ പേടകത്തിൽ കയറി ബഹിരാകാശത്തേക്ക് ഉയർന്നു പൊങ്ങുക, അവിടെ 18 ദിവസത്തോളം താമസിക്കുക, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ മൈക്രോഗ്രാവിറ്റിയിൽ 60ഓളം പരീക്ഷണങ്ങൾ നടത്തുക, അതിൽ 7ഓളം ഇന്ത്യൻ പരീക്ഷണങ്ങൾ നടത്തുക. ഇതൊക്കെ ഒരു പ്രത്യേക അനുഭവമാണ്. മനുഷ്യൻ ഒരിക്കലും വായിച്ചാലും ചെയ്താലും പരിശീലിപ്പിച്ചാലും കിട്ടാത്ത അനുഭവമാണ് നമ്മൾ സ്വന്തമായി ആ കാര്യം ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അപകടകരമായ തിരിച്ചുവരവ് നടത്തുക, അവരുടെ പേടകം കടലിൽ പതിക്കുക, അവിടെ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവരിക. ഇതൊക്കെ നമ്മുടെ ഭാവി ബഹിരാകാശ നേട്ടങ്ങളെ നന്നായി സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. മൻ കി ബാത്തിനെ കുറിച്ചുള്ള വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങളിലേക്ക്. നമസ്കാരം, ഞാൻ ഐശ്വര്യലക്ഷ്മി, തളിപ്രമ്പ് ടാഗോർ വിദ്യാനികേതനിലെ വിദ്യാർത്ഥിനിയാണ്. മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി ഭാവി തലമുറയ്ക്ക് വളരെയധികം ഊർജം നൽകുന്ന കാര്യങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത്. ശാസ്ത്രരംഗത്ത് നമ്മുടെ രാജ്യം മുന്നേറിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ വരുമ്പോൾ ഒരു സയൻസ് വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഭാവി ഏറെ പ്രതീക്ഷയോടെയാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. സ്പേസിനെ കുറിച്ച് അറിയാനും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും ഞാൻ അടക്കമുള്ള കുട്ടികളിൽ ആവേശമുണ്ടാകുന്നു. നമ്മുടെ രാജ്യം എല്ലാ രംഗത്തും മികച്ച നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ രാജ്യത്തിനു വേണ്ടി പല നല്ല കാര്യങ്ങൾ ചെയ്യാൻ എനിക്കും സാധിക്കുമെന്ന ആത്മവിശ്വാസവും ഉണ്ടാകുന്നു. ഞാൻ വിനത അശോകൻ, PhD സ്കോളറാണ്. പ്രധാനമന്ത്രി നിരവധി കാര്യങ്ങൾ പ്രതിപാദിക്കുകയുണ്ടായി. ബഹിരാകാശത്തേക്ക് ശുഭാംഷു ശുക്ലയുടെ യാത്രയും തിരിച്ചുവരവും ഒക്കെ തന്നെ വലിയ പ്രചോദനം നൽകുന്ന കാര്യങ്ങളാണ്. വളർന്നുവരുന്ന തലമുറയ്ക്ക് പ്രോത്സാഹനം തരുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചൊക്കെ തന്നെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി. ലോകത്തിനു മുന്നിൽ നമ്മുടെ രാജ്യത്തിന്റെ മുന്നേറ്റം എടുത്തു കാണിക്കത്തക്കതായിരുന്നു ശുഭാംഷു ശുക്ലയുടെ ബഹിരാകാശ യാത്ര. എല്ലാ മേഖലയിലും രാജ്യം കൈവരിക്കുന്ന മുന്നേറ്റം ലോകരാഷ്ട്രങ്ങൾ വളരെ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ശാസ്ത്രമേഖലയിലും മറ്റെല്ലാ മേഖലയിലും
നമ്മുടെ രാജ്യം വലിയ മുന്നേറ്റം കൈവരിച്ചു കഴിഞ്ഞു. കുട്ടികളിലെ നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയായ ഇൻസ്പയർ മാനക്കിൽ ഓരോ സ്കൂളിൽ നിന്നും 5 കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതായും ഇതുവരെ ലക്ഷക്കണക്കിന് കുട്ടികൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് സ്പേസ് സ്റ്റാർട്ടപ്പുകളും അതിവേഗം വളരുകയാണ്. 5 വർഷം മുൻപ് 50-ൽ താഴെ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് ബഹിരാകാശ മേഖലയിൽ മാത്രം 200-ലധികം സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിരിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. നമ്മുടെ വിദ്യാർത്ഥികൾ ഇന്റർനാഷണൽ കെമിസ്ട്രി ഒളിമ്പ്യാഡിൽ മെഡലുകൾ കരസ്ഥമാക്കി ഭാരതത്തിന്റെ യശസ്സുയർത്തി. ഓസ്ട്രേലിയയിൽ നടന്ന ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിൽ നമ്മുടെ വിദ്യാർത്ഥികൾ 3 സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവും നേടി. അടുത്ത മാസം മുംബൈയിൽ നടക്കുന്ന ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് ഒളിമ്പ്യാഡിൽ 60-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ശാസ്ത്രജ്ഞരും പങ്കെടുക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. യുനെസ്കോ 12 കോട്ടകളെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളായി അംഗീകരിച്ചിരിക്കുന്നു. 11 കോട്ടകൾ മഹാരാഷ്ട്രയിലും 1 കോട്ട തമിഴ്നാട്ടിലുമാണുള്ളത്. ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മഹത്തായ ഈ കോട്ടകൾ ആക്രമണങ്ങളെ നേരിട്ടും പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ചും നിലനിൽക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ ശിവദാസ്: കോട്ടകളെക്കുറിച്ചുള്ള പഠനം മനുഷ്യ ചരിത്രത്തിന്റെ പഠനം കൂടിയാണ്. കേരളത്തിന്റെ കാര്യമെടുത്താൽ ആദിമകാലം തൊട്ട് ഇന്നേ വരെയുള്ള ചരിത്രം പറയാൻ സാധിക്കുന്ന തെളിവുകളാണ് കോട്ടകൾ. ആദ്യകാലത്ത് ഉറപ്പില്ലാത്ത മണ്ണുകൊണ്ടും മരങ്ങൾ കൊണ്ടുമാണ് കോട്ടകൾ നിർമ്മിച്ചിരുന്നത്. എന്നാൽ വിദേശത്തു നിന്ന് വന്ന കച്ചവടക്കാരുമായും വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ കല്ലുകൊണ്ടും കരിങ്കല്ലുകൊണ്ടും പിൽക്കാലത്ത് പ്രത്യേക മിശ്രിതം കൊണ്ടും അതിനുശേഷം കോൺക്രീറ്റ് കൊണ്ടുമൊക്കെ നിർമ്മിച്ച കോട്ടകൾ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും നിർമ്മിക്കപ്പെട്ടതായി കാണാം. ഈ കോട്ടകളെല്ലാം വിജയത്തിൻ്റേതു മാത്രമല്ല, പരാജയങ്ങളുടെ ചരിത്രം കൂടിയാണ് നമ്മളോട് പറയുന്നത്. ഒരു ഭരണകൂടം ഉണ്ടായതും ആ ഭരണകൂടം അധികാരം നിർത്തിയതും ആ ഭരണകൂടം മറ്റൊരാൾക്ക് വഴിമാറിക്കൊടുത്തതുമൊക്കെ നമ്മുടെ കോട്ടകൾക്ക് പറയാനുണ്ടാവും. ഈ കോട്ടകൾ അതിൻ്റെ ശില്പ വൈദഗ്ധ്യം പറയുന്നവ മാത്രമല്ല, ഈ കോട്ടകൾ അധികാരത്തിൻ്റെ ചരിത്രം കൂടിയാണ് പറയുന്നത്. സ്വാതന്ത്ര്യദിനം ഉൾപ്പെടെ ഓഗസ്റ്റ് മാസത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഓഗസ്റ്റ് 1-ാം തീയതി ലോകമാന്യ ബാലഗംഗാധര തിലകിന്റെ പുണ്യതിഥിയും ഓഗസ്റ്റ് 8-ാം തീയതി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചതും ഓഗസ്റ്റ് 14-ാം തീയതി വിഭജന ഭീകരത സ്മരണ ദിനമായി ആചരിക്കുന്നതും ഓർമ്മിപ്പിച്ചു. 1905 ഓഗസ്റ്റ് 7-ാം തീയതി ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനം പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക്, പ്രത്യേകിച്ച് കൈത്തറിക്ക് പുതിയ ഊർജ്ജം നൽകി. ഈ സ്മരണയിൽ രാജ്യം എല്ലാ വർഷവും ഓഗസ്റ്റ് 7-ാം തീയതി ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് ഖാദി പകർന്ന അതേ ശക്തിയാണ് വികസിത ഭാരതമാകാൻ മുന്നോട്ടു പോകുമ്പോൾ രാജ്യത്തിന്റെ വസ്ത്ര വ്യവസായ മേഖല പകർന്നു നൽകുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. टेक्सटाइल भारत का सिर्फ एक सेक्टर नहीं है, ये हमारी सांस्कृतिक विविधता की मिसाल है. टेक्सटाइल और अपैरल मार्केट बहुत तेजी से बढ़ रहा है और इस विकास की सबसे सुंदर बात यह है कि गांवों की महिलाएं, शहरों के डिजाइनर, बुजुर्ग बुनकर और स्टार्टअप शुरू करने वाले हमारे युवा सब मिलकर इसे आगे बढ़ा रहे हैं. തുണി വ്യവസായ മേഖല ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ ഉദാഹരണമാണെന്നും ഇത്തരത്തിൽ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും ദൃഢനിശ്ചയം എടുക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തുണി വ്യവസായ മേഖല നമ്മുടെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ ഉദാഹരണം കൂടിയാണ്. ഇന്ന് തുണി വ്യവസായ മേഖല വളരെ വേഗത്തിൽ വളരുകയാണ്. ഭാരതത്തിൽ 3000-ലധികം ടെക്സ്റ്റൈൽ സ്റ്റാർട്ടപ്പുകൾ സജീവമാണെന്നും പല സ്റ്റാർട്ടപ്പുകളും ഭാരതത്തിന്റെ ഹാൻഡ്ലൂം പ്രതിച്ഛായയ്ക്ക് ആഗോള പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. 2047-ലെ വികസിത ഭാരതത്തിലേക്കുള്ള വഴി സ്വാശ്രയത്വമാണ്. ആത്മനിർഭർ ഭാരത് എന്നതിന്റെ ഏറ്റവും വലിയ അടിത്തറയാണ് വോക്കൽ ഫോർ ലോക്കൽ. ഭാരതത്തിൽ നിർമ്മിച്ച ഏതൊരു ഉൽപ്പന്നവുമാകട്ടെ അത് വാങ്ങാനും വിൽക്കാനും നാം ദൃഢനിശ്ചയമെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വികസിത ഭാരതത്തിലേക്കുള്ള മാർഗം സ്വാശ്രയത്വമാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആഹ്വാനം ചെയ്തു. രാജ്യത്തെ വൈവിധ്യത്തിന്റെ മനോഹാരിത നാടൻ പാട്ടുകളിലും പാരമ്പര്യങ്ങളിലും കാണാം. നമ്മുടെ വർത്തമാനത്തെയും ചരിത്രത്തെയും നൂറ്റാണ്ടുകളായി രേഖകളാക്കി സൂക്ഷിക്കുന്നുണ്ടെന്നും ഈ പൗരാണിക ഗ്രന്ഥങ്ങളിൽ ശാസ്ത്രവും ചികിത്സാരീതികളും സംഗീതവും ദർശനവും അടങ്ങിയിരിക്കുന്നതായി പറഞ്ഞ പ്രധാനമന്ത്രി ഇങ്ങനെയുള്ള അസാധാരണമായ അറിവിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെയെല്ലാം ഉത്തരവാദിത്തമാണെന്ന് അറിയിച്ചു. നമ്മുടെ നാടൻ പാരമ്പര്യങ്ങൾക്ക് ഇന്നും സമൂഹത്തിന് വഴികാട്ടിയാക്കുവാനുള്ള ശക്തിയുണ്ട്. പുരാതന കൈയെഴുത്ത് രേഖകൾ ഡിജിറ്റലൈസ് ചെയ്ത് സംരക്ഷിക്കുന്നതിനായി ആരംഭിക്കുന്ന ഗ്യാൻ ഭാരത് ദൌത്യത്തെക്കുറിച്ചും ശ്രീ മോദി മൻ കി ബാത്തിൽ സംസാരിച്ചു.
भारत सरकार ने इस वर्ष के बजट में एक ऐतिहासिक पहल की घोषणा की है, ज्ञान भारतम मिशन। इस मिशन के तहत प्राचीन पांडुलिपियों को डिजिटाइज किया जाएगा। फिर एक नेशनल डिजिटल रिपोजिटरी बनाई जाएगी, जहां दुनिया भर के विद्यार्थी, शोधकर्ता भारत की ज्ञान परंपरा से जुड़ सकेंगे। കാസിരംഗ ദേശീയോദ്യാനത്തിലെ ഗ്രാസ്ലാൻഡ് ബേർഡ് സെൻസസിനെ കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി സാങ്കേതികവിദ്യയും സംവേദനക്ഷമതയും ഒന്നിക്കുമ്പോൾ പ്രകൃതിയെ ആഴത്തിൽ മനസ്സിലാക്കുന്നത് എളുപ്പമാണെന്നും പറഞ്ഞു. ഇത്തരം ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നും അതുവഴി ജൈവ വൈവിധ്യത്തെ തിരിച്ചറിയാനും അടുത്ത തലമുറയെ ഇതിലേക്ക് ബന്ധിപ്പിക്കാനും സാധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തെ യുവജനങ്ങൾ സ്വന്തമായി നിർമ്മിച്ച റാക്കറ്റും ബാറ്റും ബോളും ഉപയോഗിച്ച് കളിക്കുമ്പോൾ ആത്മനിർഭർ ദൌത്യത്തിന് വലിയ ശക്തി ലഭിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. ഒളിമ്പിക്സ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ കായികമേളയായ വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസിൽ 600 മെഡലുകൾ നേടി 71 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 3ാം സ്ഥാനത്തെത്തി ചരിത്രം രചിച്ചു. ഇതിന് കാരണക്കാരായ കളിക്കാർക്കും പരിശീലക സംഘത്തിനും പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചു. ലോകമെമ്പാടുമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, അഗ്നിശമന സേനാംഗങ്ങൾ, സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കുന്ന കായികമേള ഇത്തവണ അമേരിക്കയിലാണ് നടന്നത്. 2029 ഇത് ഇന്ത്യയിൽ നടക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഖേലോ ഇന്ത്യ നയം 2025 ഭാരതത്തെ ഒരു കായിക സൂപ്പർ പവർ ആക്കുമെന്നും കായിക വിനോദങ്ങൾ രാജ്യത്തെ പൌരന്മാരിൽ ഒത്തൊരുമയും കായികക്ഷമതയും ആത്മവിശ്വാസവും വളർത്തിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 11 വർഷം പൂർത്തിയാക്കുന്ന സ്വച്ഛ് ഭാരത് മിഷൻ ഒരു ജനകീയ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നതായും ജനങ്ങൾക്ക് ശുചിത്വം ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കണ്ണൂർ മയ്യിൽ ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ഹരിതകർമ്മ സേനാംഗം ശ്രീമതി സീമ. 2013 മുതൽ ഞാൻ ഹരിതകർമ്മസേനാ പ്രവർത്തനം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ പ്ലാസ്റ്റിക് ശേഖരണം ആരംഭിച്ചതാണ് മയ്യിൽ പഞ്ചായത്തിൽ. ആദ്യം കാലത്തിൽ നമ്മൾ 4 പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പം 2024-25 ആകുമ്പോഴേക്കും ആദ്യം 24 പേരായിരുന്നു. ഇപ്പൊ 25 ആകുമ്പോഴേക്കും 36 പേരായി. ഒരു ഡ്രൈവറുണ്ട്. അതും ഹരിതകർമ്മസേന നമ്മൾ വാഹനം എടുക്കുന്നത് ഒരു പെണ്ണുകുട്ടി തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ നല്ല രീതിയിലാണ് ഇത്ര നാളും ഒരു മാസം ഒരു 20-25 ആകുമ്പോഴേക്കും നമ്മൾ എല്ലാ വീടുകളിലും കയറി പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതോടൊപ്പം നമ്മൾ ഒരു കലണ്ടർ കൊടുത്തിട്ടുണ്ട് മയ്യിൽ പഞ്ചായത്തിൽ. ആ കലണ്ടർ പ്രകാരം എല്ലാ സാധനങ്ങളും എംസിയിൽ എത്തിക്കുകയും അത് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട്. അത് കടകളിൽ 100 രൂപയും വീടുകളിൽ നിന്ന് 50 രൂപയാണ് നമ്മൾ യൂസേഴ്സ് ഈടാക്കുന്നത്. അതിന് പുറമെ നമ്മൾ തുമ്പൂർ മൊഴി ആരംഭിച്ചിട്ടുണ്ട്. ശുചിത്വ സർവേയെപ്പറ്റി പ്രതിപാദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വർഷം രാജ്യത്തെ 4500-ലധികം നഗരങ്ങളും ചെറുപട്ടണങ്ങളും ഇതിൽ ചേർന്നതായും അറിയിച്ചു. ശുചിത്വം എന്നത് ഒരു ദിവസത്തെ കാര്യമല്ല. നമ്മൾ വർഷത്തിൽ എല്ലാ ദിവസവും എല്ലാ നിമിഷവും ശുചിത്വത്തിന് മുൻഗണന നൽകിയാൽ മാത്രമേ രാജ്യം ശുചിയായി നിലനിൽക്കൂ. വരാനിരിക്കുന്ന നാഗപഞ്ചമി, രക്ഷാബന്ധൻ, ജന്മാഷ്ടമി ഉത്സവങ്ങളുടെ പരിസ്ഥിതി പ്രാധാന്യം ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി ഉത്സവാശംസകൾ നേർന്നുകൊണ്ടാണ് മൻ കി ബാത്തിന്റെ 124-ാം പതിപ്പ് ഉപസംഹരിച്ചത്. നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 124-ാം പതിപ്പിനെ ആസ്പദമാക്കി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ്. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ.